നിങ്ങൾക്ക് തിങ്കിങ് അല്പം കൂടുതലാണോ? അതായത് ഓവർ തിങ്കിങ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്ത പോലെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളും മരുന്നുകളുമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് പല വഴികളുണ്ട്. അതിനകത്ത് ഏതാനും കുറച്ച് വഴികൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഒരു കണ്ടെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓവർ തിങ്കിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഓവർ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രൊഡക്ടിവിറ്റി ഒന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വെറുതെ ആലോചിച്ചിരിക്കുന്ന കുറച്ച് സമയം, അല്ലെങ്കിൽ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സ് ആകുന്നതായിട്ടുള്ള രീതിയിൽ നമ്മൾ വെറുതെ ആലോചിച്ച് കളയുന്ന കുറച്ച് സമയമാണ് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഒരേ കാര്യം തന്നെ നമ്മൾ പിന്നെയും പിന്നെയും ഒരു സൈക്കിളിൽ ഒരു ലൂപ്പായിട്ട് ഒരു തീർപ്പില്ലാത്ത രീതിയിൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓവർ തിങ്കിങ്. ജീവിതത്തിലെ പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ചിന്തിച്ച് വേണം നമ്മളതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. നമ്മൾ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരുമായിട്ടൊക്കെ ആലോചിച്ച് വേണം നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. പക്ഷേ നമ്മളിത് സ്വന്തമായിട്ട് അകത്തിട്ടിരുന്ന് ഉരുകി അത് എല്ലാം ഉരുകി പിടിച്ച് പ്ലാസ്റ്റിക്കും എല്ലാം ഒട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. അതായത് നമുക്കൊരു പ്രത്യേകിച്ചൊരു സൊല്യൂഷനല്ല, നമുക്ക് പ്രശ്നങ്ങളാണ് അതുണ്ടാക്കുന്നത്. ഓവർ തിങ്കിങ്ങിലൂടെ നമുക്കറിയാം നമുക്ക് എന്തൊക്കെ പ്രശ്നം വരും നമുക്ക് സ്വന്തമായിട്ട് അറിയാം, അല്ലേ? നമുക്ക് ഉറക്കം കുറയും, നമുക്ക് ടെൻഷൻ കൂടും, നമുക്ക് നമ്മുടെ ജോലിയിലുള്ള കോൺസെൻട്രേഷൻ പോകും, നമ്മൾ ചെയ്യുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഫിസിക്കലായിട്ട് പല ഹെൽത്ത് ഇഷ്യൂസ് വരും. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്, ഓട്ടോമ്യൂൺ ഡിസീസുകൾ വരാൻ സാധ്യതയുണ്ട്, സ്കിൻ ഡിസീസുകൾ വരാൻ സാധ്യതയുണ്ട്, ഇമ്മ്യൂണിറ്റി കുറയാൻ സാധ്യതയുണ്ട്, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രസൻറ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരികയും ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ലൈഫ് സ്പോയിലായി പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് വെളിയിലോട്ട് കടക്കാം എന്നുള്ളതാണ് പ്രധാനം, അല്ലേ? പല വഴികളുണ്ട്. നമ്മൾ കുറച്ച് നേരം വേറെ ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സംസാരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ പ്രശ്നത്തിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടൈം വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും കുറയും എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആലോചിക്കാനുള്ള എല്ലാം ആലോചിക്കുക. ഓക്കെ, എന്നിട്ട് അത് എഴുതി വയ്ക്കുക. ഓക്കെ, കാരണം അത് റൈറ്റ് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു ബ്രെയിൻ ഒരു ലെറ്റ് ഗോ സിറ്റുവേഷനിലോട്ട് വരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അനലൈസ് ചെയ്യാനും പർട്ടിക്കുലറായിട്ടുള്ളൊരു മെത്തേഡിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. നമ്മളിപ്പം വെറുതെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു സ്പൈറലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് നമ്മൾ സംഭവിക്കാത്തൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ വെറുതെ ആലോചിക്കുന്നതാകാം, അല്ലെങ്കിൽ സംഭവിച്ച കഴിഞ്ഞ ഒരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ആവശ്യമില്ലാതെ ആലോചിക്കുന്നതാകാം. അപ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്തെടുക്കാതെ തീർച്ചയായും ഇൻ്റലക്ട്സ് വെച്ച് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ സ്ട്രെസ് എടുത്ത് ടെൻഷൻ എടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യം മിക്കവാറും കുളമായിട്ടായിരിക്കും മാറുന്നത്. പക്ഷേ നമ്മളതിനെ ആലോചിച്ച് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് എൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്ന ചെറിയ രീതിയിലുള്ള സ്ട്രെസ്സുകൾ നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കും. പക്ഷേ ഓവറായിട്ടുള്ള ടെൻഷന് സ്ട്രെയിനുകൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റീവ് ഓപ്പർച്യൂണിറ്റിയെ മാത്രമല്ല നമ്മുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യും. നമുക്ക് വേറൊരു വളരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ്. ഈ മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രസൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോധ്യം വരിക നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. നമ്മുടെ സ്കിന്നിൽ പയ്യെ മെല്ലെ അടിക്കുന്ന ആ ഒരു കാറ്റിനെ ഫീൽ ചെയ്യുക, നമ്മളെടുക്കുന്ന ശ്വാസത്തെ നമ്മൾ ഫീൽ ചെയ്യുക. സോ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് നമ്മുടെ സെൻസുകളെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ടേസ്റ്റ് എന്തൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്, നമ്മൾ ടച്ചിലൂടെ ആ ഒരു സ്കിന്നിലെ സെൻസേഷനിലൂടെ നമ്മൾ എന്തൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറ്റ് പ്രസൻറ്റിൽ ജീവിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ കൂടുതലായിട്ട് ലൈഫിനെ എൻജോയ് ചെയ്യാൻ പഠിക്കും. അതിലൂടെ നമ്മളെ സ്ട്രെസ്സിനെ ആ ഒരു ടെൻഷൻ ലെവലിനെ വളരെയധികം കുറയ്ക്കാൻ സാധിക്കും. അതിന് വേണമെങ്കിൽ 5, 4, 3, 2, 1 റൂൾ എന്ന് വേണമെങ്കിലും പറയാം. അതായത് നമ്മളെ സെൻസേഷൻ വെച്ചിട്ട് 5 കാര്യങ്ങൾ നമ്മൾ സെൻസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും ഈ ഓവർ തിങ്കിങ് പോലെ വരുന്ന സമയത്ത് ചുറ്റുമുള്ള 5 ഓബ്ജക്റ്റുകളെ നോക്കാം, ചുറ്റുമുള്ള 4 ഡിഫറെൻറ്റ് സൗണ്ടുകളെ അറിയാം, അടുത്തുള്ള ഏതെങ്കിലും 3 ടേസ്റ്റുകളെ നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും സെൻസേഷൻ ടച്ച് ചെയ്ത് അറിയാം, അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സ്മെല്ലും അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ തിങ്കിങ് ആയിട്ടുള്ള ഈ തോട്ട് പ്രോസസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നതിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മളെ തന്നെ വലിച്ച് അറ്റ് പ്രസൻറ്റിലോട്ട് കൊണ്ടുവരികയാണ്. വേറൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ടൈം സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പർട്ടിക്കുലറായിട്ടുള്ളൊരു സമയം നമുക്ക് ഈ മനസ്സിനെ അൺവൈൻഡ് ചെയ്ത് വിടാനായിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ് കൊടുക്കുക.
നമ്മൾ സ്വന്തമായിട്ട് അല്ലെങ്കിൽ അലാറമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് കോൺഷ്യസ് ആവും. ഓക്കെ, ഇങ്ങനെ നമ്മൾ വേറെ എവിടെ എത്തി നിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ ഒരു ബേസ് കാരണത്തിലോട്ട് തിരിച്ചു വരിക, അതിനെക്കുറിച്ച് ആലോചിക്കുക, അത് എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കും. ചില കാര്യങ്ങൾ സംഭവിച്ചതിനെ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല എന്നുള്ളൊരു ബോധ്യത നമ്മുടെ മനസ്സിൽ വന്നാൽ തന്നെ പകുതി സ്ട്രെസ് മാറും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഇമോഷൻസിൽ കൂടെ അല്ലാതെ ഇൻ്റലക്ച്വായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ചിന്തിക്കാൻ നമ്മളെ സ്വന്തമായിട്ട് നമ്മളെ ട്രെയിൻ ചെയ്യും. എല്ലാവരുടെയും ജീവിത സാഹചര്യം ഒരുപോലെയല്ല. അപ്പോൾ ഓരോരുത്തർ ഓരോ സ്ട്രെസ്സിൽ കൂടെയാണ് പോകുന്നത്. സാമ്പത്തികമായിട്ടായിരിക്കാം, മാനസികമായിട്ടായിരിക്കാം, ഫിസിക്കലി ആയിരിക്കാം. ഓരോരുത്തരുടെ പ്രശ്നങ്ങളും അത് അവരവരുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഓരോ പ്രശ്നങ്ങളെയും നമ്മളെ ഡിസ്ട്രോയ് ചെയ്യാതെ പക്ഷെ അത് പ്രൊഡക്റ്റീവായിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലൈഫിൽ വളരെയധികം മുന്നോട്ട് വരാൻ പറ്റും. ഈ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. എന്തുമാത്രം മാറ്റം വരുന്നുണ്ട് എന്ന് നമ്മളിത് ചെയ്തിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഏവർക്കും നല്ലൊരു ശുഭം തരുന്നു. താങ്ക് യു.